റിപ്പോർട്ട് ബിഗ് എക്സ്ക്ലൂസീവ്. പാലക്കാട് കോൺഗ്രസ് വാർഡ് കൌൺസിലർക്കെതിരെ ലൈംഗിക പീഡന പരാതി. നഗരസഭ 24-ാം വാർഡ് കൌൺസിലർ പ്രശോഭ് സി വത്സനെതിരെയാണ് ദലിത് യുവതിയുടെ പീഡന പരാതി. ജോലി വാഗ്ദാനം ചെയ്ത് പരിചയപ്പെട്ട ശേഷം നിരവധി തവണ പീഡിപ്പിച്ചെന്ന് അതിജീവിത റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഗർഭിണിയാണെന്ന് അറിയിച്ചപ്പോൾ ഗർഭചിത്രത്തിനുള്ള മരുന്ന് കഴിക്കാൻ നിർബന്ധിച്ചെന്നുമാണ് അതിജീവിത പറയുന്നത്. പ്രശോഭിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്കുമാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. ഞാനിവിടെ പാലക്കാട് ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചായ കുടിക്കാൻ വേണ്ടി ഹരിക്കര സ്ട്രീറ്റിലുള്ള മിൽമയിൽ കയറുമായിരുന്നു. അപ്പോഴാണ് ഈ വത്സേട്ടെന്ന് എക്സ് കൗൺസിലറായിരുന്നു ഇവരിനെ പരിചയമായത്. അപ്പോൾ ചായ കുടിക്കാൻ പോകും, വെറുതെ സംസാരിക്കലും ഇതൊക്കെ തുടങ്ങി. കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ തെറ്റായിട്ട് പെരുമാറി. ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു തരാം അത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൻ്റെ ഇടയിൽ പ്രശോഭിനെ അവിടെ വെച്ചിട്ട് കണ്ട പരിചയം ഇൻട്രൊഡ്യൂസൊക്കെ ചെയ്തു വെച്ചുണ്ട്, മകനാണ് എന്ന് പറഞ്ഞിട്ട്. കൗൺസിലറായിട്ടുള്ള പ്രശോഭിനെ അച്ഛനാണ് പരിചയമാക്കി തന്നത്. ആദ്യം പരിചയമാക്കി തന്നപ്പോൾ ഈ മറ്റേ വത്സൻ്റെ മോനില്ലേ പ്രശോഭിൻ്റെ അയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് അച്ഛൻ ഇങ്ങനെ പെരുമാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ ശരി ഞാൻ നോക്കട്ടെ, അച്ഛൻ്റെ അടുത്ത് ചോദിക്കുക, അച്ഛന് പകരം ഞാൻ സോറി പറയണമെന്ന് പറഞ്ഞിട്ട് അയാൾ സംസാരിച്ചു. ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ റൂമിൽ കയറി വരികയും ഒന്നും സംസാരിക്കാൻ പോലും സമയം കൊടുക്കാണ്ട് അപ്പം തന്നെ ഒരു വിളമ്പടിച്ചിട്ട് അയാൾ എല്ലാം ചെയ്തതാണ്. മോശമായിട്ട് പെരുമാറിയതാണ്. ഈ പ്രക്ഷോഭം പരാതിപ്പെടുക അല്ലെങ്കിൽ ആരെങ്കിലും അറിയിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു? ഇല്ല, അത് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് MLA MP യുമായിട്ട് ബന്ധമുള്ള ആൾക്കാരല്ലേ. ഞാൻ കൗൺസിലറാണ്, അപ്പോൾ എന്നെ ആര് ചോദിക്കാനാ? പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പിന്നെ നാളെ ഈ സ്ട്രീറ്റിൽ ഉണ്ടാവില്ല ഇതൊക്കെ പറഞ്ഞു. ഈ MLA MP ഇതിനൊക്കെ എൻ്റെ ബന്ധങ്ങളാണ്, അത് കാരണം ഒരു പേടിയുമില്ല, ഞാൻ ജോലിയൊക്കെ സെറ്റാക്കി തരാം അതെന്നൊക്കെ പറഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നേരിട്ട് പോയി പട്ടാമ്പിയിൽ ആ നാച്ചുറൽസിനെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് ജോലിയുടെ കാര്യം കാണാം എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോയി. ആ കാറിൽ കയറിയപ്പോഴും അയാൾ ജോലിക്ക് ആ സ്ഥലത്തല്ല കൂട്ടിക്കൊണ്ടുപോയത്. ഇക്ബാൽ അർക്കലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഇക്ബാൽ, ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഈ പരാതിയുടെ ഉള്ളടക്കം എന്താണ്? ശ്രുതി, പാലക്കാട് നഗരസഭയിലെ 24-ാം വാർഡ് കൗൺസിലറാണ് ഈ പ്രശോഭ് സി വത്സൻ. ഈ പ്രശോഭിനെതിരെയാണ് ഇപ്പോൾ ദലിത് യുവതി ഒരു പീഡന പരാതിയുമായി രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ജോലി വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് പരിചയപ്പെടുകയും പിന്നീട് സ്നേഹം നടക്കുകയും തന്നെ പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ദലിത് യുവതി മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSനും ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. 3 മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ പ്രശോഭ് തൻ്റെ താമസ സ്ഥലത്തേക്ക് കയറി വരികയും ആ താമസ സ്ഥലത്ത് ആരുമില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് പ്രശോഭ് കയറി വന്നത്. അതിനുശേഷം പിന്നീട് ബലമായി തന്നെ പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് യുവതി പറയുന്നത്. ഇക്കാര്യങ്ങൾ പുറത്ത് പറയുന്നതിന് വലിയ രീതിയിൽ പ്രശോഭ് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറയുന്നുണ്ട്. മാത്രമല്ല MLA MP ഉൾപ്പെടെയുള്ള ആളുകളുമായി തനിക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുവതിയെ പ്രശോഭ് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് പറയുന്നു. ഇതിനുശേഷം പിന്നീട് ജോലിക്കാര്യത്തിനെന്ന് പറഞ്ഞ് പട്ടാമ്പിയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് കാറിൽ കയറ്റുകയും പിന്നീട് പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ പുറകിലേക്ക് എത്തിയപ്പോൾ അവിടെ വെച്ച് കാറിൽ വെച്ച് തന്നെ തന്നോട് മോശമായി പെരുമാറിയെന്നും ആ കാറിൽ വെച്ച് താൻ കരഞ്ഞു എന്നും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ യുവതി മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ പറയുകയും ചെയ്തത്. പിന്നീട് പലതവണ തന്നോട് മോശമായി പെരുമാറാൻ പ്രശോഭ് ശ്രമിച്ചിരുന്നുവെന്നും ഇതിൻ്റെ എല്ലാം തെളിവുകൾ തൻ്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളതും ഇപ്പോൾ യുവതി മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്കും നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നുണ്ട്. ഈ പ്രശോഭ് സി വത്സൻ എന്ന് പറയുന്നത് പാലക്കാട്ടെ A ഗ്രൂപ്പിലെ പ്രബല നേതാവ് കൂടിയാണ്. പ്രശോഭ് പിന്നീട് വാർത്താമാധ്യമങ്ങളെല്ലാം ഇടം പിടിച്ചിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇത്തരത്തിൽ ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് നാട് വിട്ട് അല്ലെങ്കിൽ ഒളിവിൽ പോയ സമയത്ത് പിന്നീട് ജാമ്യം ലഭിച്ച് പാലക്കാട്ടേക്ക് തിരിച്ചെത്തിയത് പ്രശോഭിന് വേണ്ടി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. പ്രശോഭും രാഹുലും പല വേദികളിലും പങ്കെടുക്കുകയും ചെയ്തിരുന്നു. DCCയുടെ അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ എല്ലാം എതിർപ്പ് മറികടന്ന് തന്നെയായിരുന്നു പ്രശോഭ് പല ഘട്ടത്തിലും രാഹുലുമായി വേദി പങ്കിടുകയെല്ലാം ചെയ്തിട്ടുള്ളത്. അതേ പ്രശോഭിനെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ദലിത് യുവതി പീഡന പരാതിയുമായി രംഗത്തേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. ഈ പരാതി ഗൗരവമായി കണ്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കോൺഗ്രസ് കൗൺസിലറായിട്ടുള്ള പ്രശോഭ് സി വത്സനെതിരെ നടപടി വേണമെന്നുള്ളതാണ് യുവതി പറയുന്നത്. ഈ പ്രശോഭിനെ പരിചയപ്പെടാനുള്ള സാഹചര്യം യുവതി നമ്മളോട് സംസാരിക്കും
സംസാരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അത് ഈ യുവതി ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ വേണ്ടി പാലക്കാട്ടേക്ക് എത്തിയ സമയത്ത് ഈ സുൽത്താൻ ബണ്ടിന് സമീപമുള്ള ഈ പ്രക്ഷോഭിന്റെ കടയിലേക്ക് എത്തിയിരുന്നു. ആ സമയത്ത് പ്രക്ഷോഭിന്റെ ബന്ധു ഈ യുവതിയോട് മോശമായി പെരുമാറാൻ വേണ്ടി ശ്രമിച്ചു, അല്ലെങ്കിൽ അത്തരത്തിൽ മോശമായി സംസാരിച്ചു. ഈ കാര്യങ്ങൾ ഈ പരാതിയായി വന്നപ്പോഴാണ് പ്രക്ഷോഭ് തന്നെ പരിചയപ്പെടുകയും പിന്നീട് ജോലി വാങ്ങിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നോട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്തത്. പിന്നീട് ആ ബന്ധം പിന്നീട് ഒരു സ്നേഹപ്രകടനമായി മാറുന്നു. അതിനിടയിലാണ് മെസ്സേജ് ചെയ്യുകയും മുറിയിൽ ആരുമില്ല എന്ന് അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മുറിയിൽ ആരുമില്ലാത്ത സമയം നോക്കിക്കൊണ്ട് പ്രക്ഷോഭ് തന്റെ മുറിയിലേക്ക് കയറി വന്ന ഇത്തരത്തിൽ തന്നോട് വളരെ മോശമായി പെരുമാറുന്ന സ്ഥിതി ഉണ്ടായത്. ബലം പ്രയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് പ്രക്ഷോഭിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് യുവതി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ പരാതി പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിക്കും ഉടൻ തന്നെ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും യുവതി ഗുരുതരമായിട്ടുള്ള പരാതി, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഈ പാലക്കാട് കോൺഗ്രസ് കൗൺസിലറായിട്ടുള്ള പ്രക്ഷോഭിനെതിരെ ഉയർത്തിയിട്ടുള്ളത്. നേരത്തെ നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ പാലക്കാട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പ്രക്ഷോഭ് വിജയിച്ച 24 വാർഡ്, ആ 24 വാർഡിൽ വലിയ രീതിയിൽ പ്രക്ഷോഭിനെതിരെ പ്രചാരണം അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയിരുന്നു. പ്രക്ഷോഭിന് ഈ സീറ്റ് നൽകരുത് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചാരണമായിരുന്നു അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയിരുന്നു. മാത്രമല്ല പല കോൺഗ്രസ് പ്രവർത്തകരും അന്ന് പാർട്ടി വിട്ട്, പ്രക്ഷോഭിന് സീറ്റ് നൽകിയിൽ പാർട്ടി വിട്ടുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി വിമതരായി മത്സരിക്കുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. അതെല്ലാം ഈ പ്രക്ഷോഭിന്റെ നേതാക്കൾ ഇടപെട്ടുകൊണ്ടാണ് പ്രക്ഷോഭിന് സീറ്റ് വാങ്ങിക്കൊടുത്തത്. അതേ പ്രക്ഷോഭിനെതിരെയാണ് ഇപ്പോൾ അതേ വാർഡിൽ താമസിക്കുന്ന ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പാലക്കാട് കോൺഗ്രസ് വാർഡ് കൗൺസിലർക്ക് നേരെ ഉയർന്നിരിക്കുന്നത്. ലൈംഗിക ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. 24 വാർഡ് നഗരസഭ 24 വാർഡ് കൗൺസിലർ പ്രക്ഷോഭ് സി വത്സനെതിരെയാണ് ദലിത് യുവതി പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ പാർട്ടി എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇക്ബാൽ അർക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.